ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കൃഷ്ണ നല്ല വിഷമത്തിലമ്മേ. ആ സാറിനോട് പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റാതിരുന്ന അവൾക്ക് ശരിക്കും സങ്കടാവില്ലേ? ജോലി കിട്ടിയെന്നൊക്കെ പറയുമ്പോ അമ്മയ്ക്ക് ശരിക്കും സന്തോഷാവുന്ന അവള് പ്രതീക്ഷിച്ച്. ഇതിപ്പോ എവിടെയവള്? സങ്കടമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ അവള് പറഞ്ഞ എന്താണെന്നറിയോ? എനിക്കൊരു നല്ല കാര്യം വന്നാല് അമ്മ തടയില്ല, അവസാനം സമ്മതിക്കുമെന്ന്. ആ വിശ്വാസത്തില് ഡ്രസ്സും മറ്റുമൊക്കെ എടുത്തു വെച്ചോണ്ടിരിക്കുക. നീ വാ. പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അതിനമ്മ സമ്മതിക്കില്ലല്ലോ. എന്റെ പേടി കൊണ്ടാ പറയുന്നത്. അത് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കില് പിന്നെന്താ ചെയ്യ? പിന്നെ ഇന്നൊരു നല്ല ലക്ഷണം കണ്ടതുകൊണ്ട് ഞാനായിട്ടത് അവഗണിക്കുന്നത് ശരിയല്ലല്ലോ. പൊയ്ക്കോ. സത്യായിട്ടും പോയിക്കോട്ടെ. അതല്ലേ പറഞ്ഞേ. ചിലപ്പോ നിനക്ക് മുന്നോട്ട് പോകാനുള്ള വഴി അതാണെങ്കിലോ? നീ എവിടെയെങ്കിലും സുരക്ഷിതമായൊരു സ്ഥലത്തെത്തിയാല് എനിക്ക് അതിനേക്കാളും വലിയൊരു സമാധാനം എന്താ? ഇത് തന്നെയാ കൃഷ്ണ പറഞ്ഞത്. അവസാനം അമ്മ സമ്മതിക്കൂന്ന്. ഇത് അങ്ങനെ സംഭവിച്ചതൊന്നും അല്ല ഉണ്ണിമായെ. നാഗത്താൻ വന്നതിന്റെ ഭാഗ്യം. ആ പിന്നെ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ റെഡിയാക്കി അമ്മയുടെ ഓപ്പറേഷന്റെ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് ഞാൻ വിളിക്കുമ്പോ നീ അമ്മയും കൂട്ടി സിറ്റിയിലേക്ക് വന്നാ മതി. ആ പിന്നെ നമ്മുടെ മഹേശ്വരന്റെ കാറ് വിളിച്ചോ. അതാവുമ്പോ കുറെ നേരം കാത്തു നിൽക്കേണ്ടി വന്നാലും പുള്ളിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. പിന്നെ അമ്മേ, സമയത്ത് ഭക്ഷണം കഴിക്കണം, കൃത്യമായുള്ള മരുന്ന്. ഇവ രണ്ടും ഒരു കാരണവശാലും മുടങ്ങാൻ പാടില്ല. തുടങ്ങി അവളുടെ ശാസനം. എന്നിട്ട് ഇപ്പൊ തന്നെ ഇറങ്ങാൻ പോവാണോ നീ? അതെ അമ്മേ, നാളെ മുതല് ജോലിക്ക് കയറി തുടങ്ങണമെന്നാ സാറ് പറഞ്ഞത്. തുടക്കത്തിൽ തന്നെ അവധി പറഞ്ഞിട്ട് അവരുടെ മനസ്സിലൊന്നും തോന്നരുതല്ലോ. നീ ധൈര്യമായിട്ട് പോകാൻ നോക്ക് കൃഷ്ണൻ. എന്നിട്ട് ജോലി ഉറപ്പായി കഴിഞ്ഞാലുണ്ടല്ലോ, അവിടെ ഒരു ചെറിയ വീടെടുത്ത് അമ്മയെ നീ അങ്ങോട്ട് കൊണ്ടുപോകണം. അമ്മയ്ക്ക് നിന്റെ കൂടെ ആവുമ്പോ സമാധാനം ഉണ്ടാവുമല്ലോ. ആ, ഞാനങ്ങോട്ട് വരില്ല. മരിക്കുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ ആയിരിക്കും. ദേ തുടങ്ങി മരണം. അമ്മേ, ഞാനൊരു യാത്ര പോവാ. ആ ശരി ശരി. എന്നാ പിന്നെ മരണത്തിന്റെ കാര്യം പറയുന്നില്ല. ഞാൻ നിന്നെ ഓർത്തിവിടെ ജീവിച്ചോളാം. ശ്രദ്ധിക്കണേ മോളെ, വലിയ സ്ഥലോ. അതെ, ഇപ്പൊ ആ സിറ്റി എന്ന് പറഞ്ഞാല് എനിക്ക് കുട്ടനാട് പോലെയാ. കണ്ണും പൂട്ടി നടക്കാനറിയാം. എന്നാ ഞാൻ ഒട്ടും വൈകുന്നില്ല, ഇപ്പൊ തന്നെ ഇറങ്ങാം. ഞാൻ ചെയ്യുന്നത് തെറ്റാണോന്ന് എനിക്ക് അറിഞ്ഞൂടാമേ. പക്ഷെ ഇതെന്റെ അമ്മയെ രക്ഷിക്കാൻ വേണ്ടിയാ.